നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പതിനാറാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ഊഷ്മളമായ സൗഹൃദ കാഴ്ചകൾക്കും കൗതുകങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി. നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കുന്നംകുളം MLA AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDFന്റെയും ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെയും സ്ഥാനാർത്ഥികൾ. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1-ന്. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്ന ആക്ഷേപം. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയെന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുജിത്ത്. കടങ്ങോട് പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് വീട്ടമ്മമാർ. വേലൂർ മണിമലർക്കാവ് പരിസരത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ മരിച്ചു. തയ്യൂർ പഴങ്കൻ ഫ്രാൻസിസിന്റെ മകൻ 40 വയസ്സുള്ള ജോസഫ് എന്ന റിൻഡോയാണ് മരിച്ചത്. ഭൗതിക ശരീരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. ചാവക്കാട് നഗരത്തിൽ ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. 16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ഊഷ്മളമായ സൗഹൃദ കാഴ്ചകൾക്കും ചില കൗതുകങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി. UDF നിരയിലെ ഇടതു പശ്ചാത്തലമുള്ള MLAമാരും LDF MLAമാരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും സഗൌരവ പ്രതിജ്ഞയാണ് എടുത്തത്. അക്ഷരമാല ക്രമമനുസരിച്ച് ഫിഷറീസ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി ജനപ്രതിനിധിയുമായ VE അബ്ദുൽ ഗഫൂറാണ് 16ാം കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. പുനലൂരിൽ നിന്നുള്ള C അജയപ്രസാദ് ആയിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ MLA. 3 BJP MLAമാരിൽ ചാത്തന്നൂരിനെ പ്രതിനിധീകരിക്കുന്ന BB ഗോപകുമാറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശൻ 105-മതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 133-മതായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമർശനങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉപയോഗിച്ച വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന തന്റെ പൂർണ്ണനാമം തന്നെയാണ് സഭയിലും അദ്ദേഹം ആവർത്തിച്ചത്. വിവിധ ഭാഷകളിൽ അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത് സഭയിൽ ശ്രദ്ധേയമായി. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം MLA F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോഴിക്കോട് സൗത്ത് MLA ഫൈസൽ ബാബു, മാണി C കാപ്പൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെ നടപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. UDFൽ നിന്നുള്ള യുവ MLAമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തൃത്താല MLA VT ബൽറാം സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തതും ശ്രദ്ധേയമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഊഷ്മളമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പിണറായി വിജയനെ പേര് വിളിച്ച് ക്ഷണിച്ചപ്പോൾ ഡെസ്കിൽ കൈയടിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ എതിരേറ്റത്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നീങ്ങി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി. CPM വിട്ട് UDF പിന്തുണയിൽ മത്സരിച്ച തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ സഗൌരവത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയന് കൈകൊടുത്തു. കൂടാതെ V കുഞ്ഞികൃഷ്ണൻ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്തതും അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്തതും ശ്രദ്ധേയമായി. കുന്നംകുളം MLA AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. രാവിലെ 9 മണിക്ക് പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടക്കും. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. നിയമസഭാ സെക്രട്ടറിക്ക് പത്രിക സമർപ്പിച്ചു. 23 മുതൽ 28 വരെ സഭ ചേരില്ല. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കും. ജൂൺ 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്.
ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മേലുള്ള ചർച്ചകൾ നടക്കും. 5-ന് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഈ സഭാ സമ്മേളനത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി പൊതുജനത്തെ അറിയിക്കാൻ ധവളപത്രവും ഇറക്കുന്നുണ്ട്. മണലൂർ നിയോജക മണ്ഡലം MLA-ആയി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വ്യാഴാഴ്ച രാവിലെ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുമ്പാകെ 88-ാമതായാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത്. നേരത്തെ പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള രവീന്ദ്രനാഥ് 1-ാം പിണറായി മന്ത്രിസഭയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ചത് മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലഘട്ടത്തിലായിരുന്നു. കഴിഞ്ഞ തവണ മത്സര രംഗത്തില്ലാതിരുന്ന രവീന്ദ്രനാഥിനെ ഇക്കുറി മുരളി പെരുന്നെല്ലിക്ക് പകരമായാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത്. ജില്ലയിലെ ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടന്ന മണലൂരിൽ AICC സെക്രട്ടറിയും മുൻ MP-യുമായ TN പ്രതാപനെ 126 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചാവക്കാട് നഗരത്തിൽ ടോറസ് ലോറിയിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. തിരുവത്ര കോട്ടപ്പുറം കൊല്ലാമ്പി നൂറുദ്ദീനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. ചാവക്കാട് ഫെഡറൽ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ഫെഡറൽ ബാങ്കിന് മുന്നിൽ വെച്ച് തന്നെയായിരുന്നു അപകടം. ഉടൻ തന്നെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആമിനയാണ് ഭാര്യ. നവാസ്, ഷെമി, ജിഷ എന്നിവർ മക്കളും. നസീമ, ഷറഫുദ്ദീൻ, അൻവർ എന്നിവർ മരുമക്കളുമാണ്. വേലൂർ മണിമലർക്കാവ് പരിസരത്തുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ മരിച്ചു. തയ്യൂർ പഴങ്കൻ ഫ്രാൻസിസിന്റെ മകൻ 40 വയസ്സുള്ള ജോസഫ് എന്ന റിൻഡോയാണ് മരിച്ചത്. ഭൗതിക ശരീരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച കുന്നംകുളം നഗരസഭയിലെ റവന്യൂ വിഭാഗം ക്ലർക്ക് ജോസഫിന് നഗരസഭ അന്ത്യാഞ്ജലിയേകി. ഔദ്യോഗിക ബഹുമതികളോടെ ജോസഫിന്റെ ഭൗതിക ശരീരം നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. നഗരസഭാ അധ്യക്ഷരും സഹപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. വേലൂർ വെള്ളാറ്റഞ്ഞൂർ സ്വദേശിയായ ജോസഫ് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി കുന്നംകുളം നഗരസഭയിൽ റവന്യൂ വിഭാഗത്തിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച സുഹൃത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. നഗരസഭയിലെ ഏറെ ജനകീയനായ ഉദ്യോഗസ്ഥനായിരുന്നു ജോസഫ്. അവിവാഹിതനാണ്. മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയി. ജോസഫിന്റെ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വേലൂർ വെള്ളാറ്റഞ്ഞൂർ ഫാത്തിമ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും. റോസിലി മാതാവും റെമി സഹോദരിയുമാണ്. കുന്നംകുളം അഞ്ഞൂർ റോഡിൽ ഗേൾസ് സ്കൂളിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30-യോടെയാണ് അപകടമുണ്ടായത്. വടക്കേക്കാട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ ഇടതുവശം ഇതേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽ സ്കൂട്ടറിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ വീണു പരിക്കേറ്റ യാത്രികനെ കുന്നംകുളം വി ഹെൽപ്പ് ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയതായും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ തനിക്ക് നീതി ലഭിക്കുമെന്നതാണ് പ്രതീക്ഷയെന്നും സുജിത്ത് വ്യക്തമാക്കി. കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നിട്ടും കുറ്റക്കാർക്കെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ സർവീസിൽ നിന്നും എത്രയും വേഗം പുറത്താക്കണമെന്നും സുജിത്ത് ആവശ്യപ്പെട്ടു. ഈ കേസുമായി ബന്ധപ്പെട്ട് DIG ഓഫീസിലും IG ഓഫീസിലും നൽകിയിട്ടുള്ള ഫയലുകൾ ഇപ്പോൾ കാണാനില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന വർഗീസ് ഉന്നയിക്കുന്നത്. 8 മാസം മുമ്പ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് DIG അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾക്കായി ഫയലുകൾ IG ഓഫീസിലേക്ക് മാറ്റുകയും ചെയ്തു. സർക്കാർ അവസാനിക്കുന്ന കാലം വരെയും നമുക്കൊരു നീതി നിഷേധമായിട്ടുള്ളൊരു നടപടിയാണ് LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. UDF സർക്കാർ അധികാരത്തിലായിട്ട് ആഴ്ച കൂടെ ആയിട്ടില്ല, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ്
പ്രതീക്ഷ അതുപോലെ ഉണ്ടാവും. അതുപോലെ ആലപ്പുഴയിൽ നടന്നത് ആദ്യം വാർത്ത വന്നു നഗരം, അത് നമ്മുടെ കാര്യത്തിലും നടപടി ഉണ്ടാവുമെന്ന് ആദ്യഘട്ടം തന്നെ പോയി വീഡിയോ വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മുടെ കേസ് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടക്കും. അധികമായിട്ടില്ലല്ലോ, 2 ദിവസമല്ലായിട്ടുള്ളൂ. അത് ആദ്യമായി മുന്നിലുള്ള നമ്മുടെ ആവശ്യമായിരുന്നു സസ്പെൻഡ് അല്ല പിരിച്ചുവിടണമെന്നുള്ളത്. എന്നാൽ ഈ ഫയലുകൾ നിലവിൽ 2 ഓഫീസുകളിലും ലഭ്യമല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുൻ LDF സർക്കാർ 3.5 വർഷത്തോളമായി ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. വിഷയത്തിൽ ഇതുവരെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിൽ ഇവർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എങ്കിലും നിലവിലെ പുതിയ സർക്കാരിൽ തങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കുമെന്നും സുജിത്തും വർഗീസും വ്യക്തമാക്കി. കുറ്റക്കാരായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിക്കായി പോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഈ 3 കൊല്ലം കഴിഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം വീഡിയോ കിട്ടിയപ്പോൾ സസ്പെൻഷൻ നടത്തി. അതിനുശേഷം തുടരന്വേഷണം നടക്കുമ്പോൾ അതിൽ ഈ ഫയൽ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല. DIG ഓഫീസിലാണെന്ന് IG ഓഫീസിൽ പറയും, IG ഓഫീസിലാണ് DIG ഓഫീസിൽ പറയും. 2 സ്ഥലത്ത് ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും LDF സർക്കാർ ഈ വിഷയത്തെ അട്ടിമറി. വേളൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമം ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാണിച്ച് വാർഡ് മെമ്പർ ബദുൽ സൈമൺ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയ പരാതിയിൽ നടപടി. മണ്ണ് തിരിച്ചുകൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലാക്കുന്ന നടപടി ആരംഭിച്ചു. നിയമാനുസൃതമായി മണ്ണെടുക്കുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും 25 മീറ്ററും കുടിവെള്ള പദ്ധതികളിൽ നിന്ന് 50 മീറ്ററും അകലം പാലിക്കണമെന്നാണ് ജിയോളജി വകുപ്പിന്റെ ഉത്തരവ്. എന്നാൽ വെങ്ങിലശ്ശേരിയിൽ പഞ്ചായത്ത് റോഡിന്റെ അതിർത്തി വരെ വലിയ കുഴി കുഴിച്ചാണ് മണ്ണെടുക്കുന്നത്. നിയമവിരുദ്ധമായ മണ്ണെടുപ്പിൽ ഒരു കുന്ന് തന്നെ ഇല്ലാതായിരിക്കുകയാണ്. 100-ൽ പരം വീടുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ കളക്ടർക്ക് പരാതി നൽകിയത്. തുടർന്നാണ് മണ്ണ് തിരിച്ചുകൊണ്ടുവന്നിട്ട് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവ് നൽകിയത്. ഇവിടെ ഇപ്പോൾ ഈ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമപരമായിട്ട് അശാസ്ത്രീയപരമായിട്ട് ആണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പബ്ലിക് വർക്കിൽ നിന്ന് 25 മീറ്റർ അകലം പാലിച്ചുകൊണ്ടല്ല ഇതുവരെയും എടുത്തിട്ടുള്ളത്. ജിയോളജി വകുപ്പിലേക്കും കളക്ടർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ മണ്ണ് റോട്ടിൽ നിന്ന് 25 മീറ്ററോളം അകലം പാലിച്ച് ഇപ്പോൾ അവർ മണ്ണ് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കളക്ടർക്കും ജിയോളജി വകുപ്പിനും കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. മഴ പെയ്താൽ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുസ്സഹമാകും. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിലൂടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത്. AC മൊയ്തീൻ MLA റോഡ് നിർമ്മാണത്തിന് 4.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നറിയിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു. ആദ്യ ടെൻഡർ എടുത്ത കരാറുകാരൻ പിൻവാങ്ങിയതാണ് നിർമ്മാണം തടസ്സപ്പെടാൻ ഇടയാക്കിയതെന്നും പിന്നീട് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ കരാറുകാരൻ ഈ റോഡിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെന്ന് MLAയും കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അറിയിക്കുകയും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചത്. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു. വീണ്ടും ഈ ഞങ്ങളെപ്പോലുള്ള ജനങ്ങളെ എന്താ പറയുക വിഡ്ഢികളാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതൊരു പാർട്ടി ബേസായിട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനാപരമായിട്ടോ വന്നതല്ല. ഞങ്ങൾ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ഇതും മാനദണ്ഡം അനുസരിച്ച് ഇവിടെ ഞങ്ങൾ രൂപീകരിച്ച സമരമാണിത്. ഇതിലൊരു പാർട്ടിയോ അല്ലെങ്കിൽ സംഘടനയോ ഒന്നും ഇതിൽ ഭാഗമാകുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇവർ നമുക്ക് തരുന്ന വാക്കുകൾ അത്
അത് നമ്മൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ? അവകാശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ സൂചന പടിമുടക്ക് ചെയ്യണത്, ഞങ്ങൾക്ക് മഴയുടെ മുന്നേ ഈ കുണ്ടുകളികൾ ഞങ്ങൾക്ക് നികത്തി തരണം. ഞങ്ങൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ പോണത്, വീഴാൻ പോകുന്നുണ്ട്, അപകടം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ പാർട്ടിയായിട്ട് ഒന്നുമല്ല, ഞങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത് എന്തായാലും മഴയുടെ മുന്നേ ഈ കുണ്ടുകളെങ്കിലും നികത്തി തരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും വീട്ടമ്മമാർ ആവശ്യപ്പെട്ടു. റോഡ് ഉപരോധിച്ച വീട്ടമ്മമാരെ പിന്നീട് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി. എൻ.എ. റിജുല, RM റഹ്മത്ത്, റാഷിദ അസീസ്, റംല നാസർ, മേരി ജോർജ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ശുചിത്വ പോർക്കുളം ക്യാമ്പയിന് തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പോർക്കുളം സെന്ററിൽ പ്രസിഡന്റ് K.A. ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി K. ജോബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാലൻ, മെമ്പർമാരായ K.P. രമേശ്, K.K. രതീഷ്, P. പ്രവീൺകുമാർ, പ്രിയ ഹരികുമാർ, നിമിഷ വിഗീഷ്, സുമയ്യ ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രേംരാജ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി മൈമൂന നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളും വീട്ടുപരിസരങ്ങളും വൃത്തിയാക്കി ശുചിത്വ പോർക്കുളം എന്ന പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കുന്നംകുളം നഗരത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവാകുന്നു. പഴയ ജവഹർ തിയേറ്ററിന് മുൻവശത്തെ ജംഗ്ഷനിൽ 3 ഇടങ്ങളിൽ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായി. കുടിവെള്ളം പാഴാകുന്നത് പതിവായതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ സ്ഥലത്തെത്തി പ്രധാന വാൾവ് അടച്ചതോടെയാണ് ജലപ്രവാഹം നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ വാൾവ് അടച്ചതോടെ ഈ പ്രദേശത്തെ കുടിവെള്ള വിതരണം പൂർണ്ണമായി നിലച്ചു. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശുദ്ധജലം പാഴാക്കുന്നത് കടുത്ത പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നഗരത്തിലെ മറ്റു ഭാഗങ്ങളിലും സമാനമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 10 ദിവസം പിന്നിട്ടു. ഈ പ്രദേശം ഇപ്പോൾ വലിയ അപകടക്കിണിയായി മാറിയിരിക്കുകയാണ്. പൈപ്പ് പൊട്ടി ശക്തമായി വെള്ളം ഒഴുകിയതിനെ തുടർന്ന് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടു. റോഡിന്റെ വളവു ഭാഗത്താണ് ഈ തകരാർ സംഭവിച്ചിരിക്കുന്നത് എന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. റോഡിലേക്ക് ഒഴുകിയെത്തിയ കല്ലുകളും ചരലും കാരണം ഇരുചക്രവാഹനങ്ങൾ തെന്നി വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും പതിവായിട്ടുണ്ട്. 10 ദിവസം മുമ്പ് തന്നെ വിവരം നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായി ആരും സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ ഓടകളിലേക്ക് ഒഴുകിപ്പോകുന്നത്. പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായും അപേക്ഷകൾ ക്ഷണിക്കുന്നു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ ഉടൻ വിളിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10 ആണ്. ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പ് നൽകും. അങ്കണവാടികളിൽ പോഷകസമൃദ്ധമായ ഭക്ഷണം ഉറപ്പുവരുത്താൻ ചൊവ്വന്നൂർ ബ്ലോക്ക് ICDS-ഉം കാട്ടകമ്പാൽ പഞ്ചായത്തും ചേർന്ന് നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. പോഷൻ പക്വാഡ എന്ന പേരിലുള്ള പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ICDS ഓഫീസർ ശോഭ, CDPO ജയശ്രീ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു, ലസിത, KU ജയശ്രീ, അങ്കണവാടി ടീച്ചർ MM മേഴ്സി എന്നിവർ സംസാരിച്ചു. വിവിധ അങ്കണവാടി ജീവനക്കാർ തയ്യാറാക്കി കൊണ്ടുവന്ന പോഷകസമൃദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. സ്വാദിഷ്ടവും പോഷക ഗുണവുമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ തയ്യാറാക്കിയവർക്ക്
സമ്മാന വിതരണവും നടത്തി. കുന്നംകുളം നഗരസഭ നടപ്പിലാക്കി വരുന്ന സൗജന്യ കായിക പരിശീലനം സമാപിച്ചു. സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മിഷ സെബാസ്റ്റ്യൻ, ടി സോമശേഖരൻ, ആർഷ ജിജു, കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് ആവേൻ എന്നിവർ സംസാരിച്ചു. കായിക അധ്യാപകരെയും പരിശീലനം ലഭിച്ച കുട്ടികളെയും സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നിഹാരം ബഡ്സ് സ്കൂളിന്റെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, ചിത്ര രതീഷ്, സനിൽ കുന്നത്തുള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജീവ് മണികണ്ഠൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി, അധ്യാപക S ഷീജകുമാരി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള തുക പറക്കാട് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ പരമേശ്വരൻ തച്ചങ്കുളം, PS സുഷീർ, ഷൈനി സദാനന്ദൻ, VU ചന്ദ്രൻ എന്നിവർ ചേർന്ന് കൈമാറി. ജൂൺ 1-ന് വിവിധ പരിപാടികളോടെ പ്രവേശനോത്സവം ആഘോഷമായി നടത്താൻ യോഗം തീരുമാനിച്ചു. KU സരിത ചെയർപേഴ്സണായും MG പ്രശാന്തി കൺവീനറായും സ്വാഗത സംഘവും രൂപീകരിച്ചു. മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ട് പകരുകയാണ് കളിയത്ത് വീട്ടിൽ പ്രകാശൻ എന്ന 63-കാരൻ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രകാശൻ ഉന്തുവണ്ടിയിൽ ചായക്കട നടത്താൻ തുടങ്ങിയിട്ട് 33 വർഷം പിന്നിടുകയാണ്. പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചായ കുടിക്കാനായി ഇവിടെ എത്തുന്നത്. ചൂടൻ ചായയ്ക്കൊപ്പം ലഭിക്കുന്ന പരിപ്പുവടയും ഉള്ളിവടയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും എണ്ണപ്പലഹാരം വാങ്ങാനെത്തുന്നവർ ധാരാളമുണ്ടെന്ന് സ്ഥിരമായി ഇവിടെ എത്തുന്ന ചങ്ങരംകുളം സ്വദേശി പ്രജിത്ത് പറഞ്ഞു. അങ്ങനോടാണ്. അപ്പൊ ഞാൻ ഈ വഴിക്കൊക്കെ വാടക വരുമ്പോ എന്തായാലും ഇവിടെ കയറും. ഇനി വാടകക്കാർ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് ഇവിടുന്ന് ചായ കുടിപ്പിച്ചിട്ട് പോകും. അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ ചായ പിന്നെ കടികളും. ചായക്കൊപ്പമുള്ള പരിപ്പുവട ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. വിപണിയിൽ ലഭിക്കുന്ന മികച്ച പരിപ്പ് ഉപയോഗിച്ചാണ് പ്രകാശൻ വട തയ്യാറാക്കുന്നത്. രുചിയേക്കാൾ ഉപരി ആളുകളെ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് ആകർഷിക്കുന്നത് പ്രകാശേട്ടന്റെ സ്നേഹപൂർവമായ പെരുമാറ്റമാണ്. പരിപ്പുട കഴിക്കും. ആയല്ല പരിപ്പുട മാത്രം കഴിച്ചിട്ടില്ല. നല്ല മാർക്കറ്റുള്ള ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകണം എന്ന ലളിതമായ ജീവിത പാഠമാണ് അദ്ദേഹം വർഷങ്ങളായി പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പ്രകാശന് പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടെയാണ് ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പൊ 33 വർഷമായി. കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോയി. മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ സുഖമായിട്ട് പോയി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. രാവിലെ ആദ്യമൊക്കെ ഒരു 7 മണിയാകുമ്പോൾ തുറന്നിരുന്നു. ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ കച്ചവടം. ആ ചെറിയ തുടക്കം പിന്നീട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുകയായിരുന്നു. രാവിലെ 7-ന് തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് വരെ തുടരും. പ്രകാശേട്ടന്റെ ചായയുടെ രുചി നുണയാത്തവർ ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വളരെ വിരളമാണ്. അതേസമയം ഗ്യാസിന്റെ വില വർദ്ധിച്ചതും പുതുതലമുറ ന്യൂജൻ പലഹാരങ്ങളിലേക്ക് തിരിഞ്ഞതും കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രകാശേട്ടൻ പറയുന്നു. ഞങ്ങൾക്ക് ഗ്യാസിനൊക്കെ 1250 ഉറുപ്പിണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോ 3500 രൂപയായി. ഞങ്ങളൊക്കെ അവസ്ഥ വളരെ മോശപ്പോ. ചായക്കടക്കാരെ എല്ലാവരും ഇന്ത്യ തന്നെയെന്നല്ല എല്ലാവരുടെയും എത്ര കൂട്ടി വെച്ചാലും അത് മുതലാവസ്ഥ അന്തരീക്ഷമാണ് ഇപ്പോൾ. സുനിതയാണ് സഹധർമ്മിണി. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളാണ്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ യജുർവേദ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. മെയ് 20 മുതൽ 26 വരെ നടക്കുന്ന ലക്ഷാർച്ചന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ആമല്ലൂർ നാരായണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദിവസേന രാവിലെ 6 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 6:30 വരെയുമാണ് ലക്ഷാർച്ചന നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6:30-ന് അഭിഷേകം ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകും.
എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90-ാം വാർഷികാഘോഷം മെയ് 23 ശനിയാഴ്ച വൈകിട്ട് 5:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ് തുടങ്ങി ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായും കലാമണ്ഡലം സംഗീത വിശിഷ്ട സാന്നിധ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ വിവിധ രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിക്കും. 1 വർഷം നീണ്ടുനിൽക്കുന്ന കലാസാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. സൗജന്യ PSC കോച്ചിംഗ്, പുരുഷ വനിതാ യോഗ പരിശീലനം, ബാലവേദി വേനലവധി ക്യാമ്പുകൾ, വനിതാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ വായനശാലയിൽ നടത്തിവരുന്നുണ്ട്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KM അഷ്റഫ്, ജോയിന്റ് കൺവീനർ MK വർഗീസ്, ഭാരവാഹികളായ EN സതീഷ് ബാബു, PB ഭവ്യ, അനില സോമൻ എന്നിവർ സംസാരിച്ചു. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പൊതുയോഗം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുനുമുച്ചിയിലെ വ്യത്യസ്ത തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വിദ്യാലയം 108 വർഷം പിന്നിടുകയാണ്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ മാറോക്കി, പ്രധാനാധ്യാപകൻ CF റോബിൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PC മാർട്ടിൻ എന്നിവർ അറിയിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലുടനീളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അസബ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിന്റെ തൃശൂർ ജില്ലാ അഡ്വൈസറി ബോർഡ് പുതിയ ചെയർമാനായി ഫസലുദ്ദീൻ കമറുദ്ദീനെ തെരഞ്ഞെടുത്തു. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന മുൻ ചെയർമാൻ EP കമറുദ്ദീന്റെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മകനായ ഫസലുദ്ദീൻ ഈ പദവിയിലേക്ക് നിയമിതനാകുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന അസബ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് നാമനിർദ്ദേശം സംബന്ധിച്ച തീരുമാനമുണ്ടായതെന്ന് സംസ്ഥാന പ്രസിഡന്റ് PA കരീം അറിയിച്ചു. പിതാവിന്റെ സേവന പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കാഴ്ച വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉന്നമനത്തിനായുള്ള സംഘടനയുടെ തൃശൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ഫസലുദ്ദീൻ കമറുദ്ദീൻ ഇനി മുതൽ നേതൃത്വം നൽകും. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ വടക്കേക്കാട് മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് ഈ മാസം 28-ന് 4-ാം കല്ല് MNT ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാചക ജോലിക്കാരുടെ കുടുംബങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള ധനസമാഹരണമാണ് ഈ ബക്കറ്റ് ബിരിയാണി ചലഞ്ചിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരു ബക്കറ്റ് ചിക്കൻ ബിരിയാണി 900 രൂപയ്ക്ക് ലഭിക്കും. 98 46 29 57 98 93 49 82 34 31 97 45 83 35 58 എന്ന നമ്പറിൽ 25-ാം തീയതി വൈകിട്ട് 6 മണി വരെയാണ് ബുക്കിംഗ് സ്വീകരിക്കുക. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മജീദ് വട്ടംപാടം, ഉമ്മർ മഷ്ഹൂർ, മണ്ഡലം പ്രസിഡന്റ് റാഫി വയലത്തൂർ, ഗഫൂർ കൊച്ചനൂർ, ബാബു കല്ലിങ്ങൽ, ഷാജി ഞവനേങ്ങാട് എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭയിലെ കുട്ടികൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ വിനു ജോൺസൺ, സൗമ്യ ധനൻ, സിമി സ്റ്റെൽസൺ, ലിയ ജോജോ, സുനിത ഉണ്ണിമോൻ, സാഫിറ അസീസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ KR രജിത എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി BRCക്ക് കീഴിൽ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രാഫ്റ്റ് അധ്യാപിക CJ സീന പരിശീലനത്തിന് നേതൃത്വം നൽകി. വർണ്ണക്കടലാസ് ഉപയോഗിച്ച് വിവിധതരം പൂക്കൾ ഉൾപ്പെടെയുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് നൽകിയത്. 50ഓളം വിദ്യാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ബാലസഭയിലെ കുട്ടികൾക്കായുള്ള വിവിധ പരിശീലന പരിപാടികൾ വരും ദിവസങ്ങളിൽ തുടരും.
ചൊവ്വന്നൂർ ബ്ലോക്ക് അഡീഷണൽ ICDS പോർക്കുളം പഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന പോഷൻ പക്വാഡ പദ്ധതിക്ക് തുടക്കമായി. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാലൻ, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, പ്രവീൺ കുമാർ, KK രതീഷ്, സുമയ്യ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധതരം സ്വാദിഷ്ടവും പോഷകവുമടങ്ങിയ ഭക്ഷണങ്ങളുടെ പ്രദർശനവും നടന്നു. മികച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കിയ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങളും മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. വിവിധ അങ്കണവാടികളിലെ വർക്കർമാർ, ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും സമാപിച്ചു. യജ്ഞമണ്ഡപത്തിൽ രാവിലെ ഗണപതി ഹോമം, ലളിതാ സഹസ്രനാമം, ഗ്രന്ഥപൂജാ നമസ്കാരം, ഗായത്രി മന്ത്രാർച്ചന, തുടർന്ന് പാരായണം എന്നിവയ്ക്കു ശേഷം പ്രകാരദീപം, മണിദ്വീപ് വർണ്ണന, പൂത്താലത്തോടെ നാമജപഘോഷയാത്ര, ബ്രഹ്മകലശാഭിഷേകം, മഹാ ആരതി, ആചാര്യദക്ഷിണ എന്നിവയോടെ 9 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന നവാഹയജ്ഞത്തിന് സമാപനമായി. ഭാഗവതാചാര്യൻ ഗുരുവായൂർ മണികണ്ഠ വാര്യരായിരുന്നു യജ്ഞാചാര്യൻ. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ഭഗവതിക്ക് പൂമൂടൽ, 25 കലശത്തോടുകൂടി ഉച്ചപൂജ തുടങ്ങി നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാട് പ്രധാന കാർമ്മികത്വവും ക്ഷേത്രമേൽശാന്തി ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി സഹകാർമ്മിയുമായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കു നടന്ന അന്നദാനത്തിൽ ജാതി മതഭേദമന്യേ 100 കണക്കിന് പേർ പങ്കെടുത്തു. പ്രതിഷ്ഠാദിനാഘോഷത്തിനും നവാഹയജ്ഞത്തിനും ഭരണസമിതി പ്രസിഡന്റ് ES ബാബു, സെക്രട്ടറി വിനോദ്, ട്രഷറർ വിശ്വനാഥൻ, ക്ഷേത്രമൂരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, കോമരം വിനോദ് എന്നിവരടങ്ങിയ കമ്മിറ്റിയും ഭക്തജനങ്ങളും നേതൃത്വം നൽകി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയ്ക്കെതിരെ CPI കാട്ടക്കമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബബിത ഫിലോ, KC സുരേന്ദ്രൻ, ജെയിംസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പാറേമ്പാടം അയ്യമ്പറമ്പ് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ ഹൌസിംഗ് പ്രോജക്റ്റിൽ പരുമല തിരുമേനിയുടെ നാമത്തിൽ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സ്പോൺസർ ചെയ്ത് നിർമ്മിക്കുന്ന കുരിശുപള്ളിയുടെ കട്ടിളവെപ്പ് ശുശ്രൂഷ വെള്ളിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 കുന്നംകുളം ഭദ്രാസനാധിപനും ഹൌസിംഗ് പ്രോജക്ട് പ്രസിഡന്റുമായ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത കട്ടിളവെപ്പ് നിർവഹിക്കും. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ VJ ആൻമേരിയെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. എല്ലാ വർഷവും പ്രകൃതി സംരക്ഷണ സംഘത്തിലെ മെമ്പർമാരുടെ കുട്ടികളിൽ ഉന്നത വിജയികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേഷൻ N ഷാജി തോമസ്, സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി TA അഷ്റഫ്, ട്രഷറർ മുഹമ്മദ് ഇസ്മായിൽ, പാരിസ് ഇല്ലം, VV റോയ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കൊമേറ്റ് സർക്കിൾ മെയ് 23 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം തൃശൂർ റോഡ് ശാസ്ത്രിജി നഗറിലുള്ള അക്കോസോൺ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ജില്ലാതല നീന്തൽ മത്സരം നടത്തുന്നു. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്കായി നടത്തപ്പെടുന്ന മത്സരം വയസ്സടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മത്സരമായി നടത്തുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 70 123 12152 98 46 60 60 00 93 88 78 71 00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ച രാജ്യം. മേഖലയിലും അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. വിശദാംശങ്ങളിലേക്ക്. അക്കിക്കാവ് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും പോർക്കുളം പഞ്ചായത്ത് അംഗവുമായ P പ്രവീൺകുമാർ, K രാമകൃഷ്ണൻ നായർ, പോർക്കുളം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ VM സുരേഷ്, PM അബ്ബാസ്, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, മണ്ഡലം സെക്രട്ടറി PA രാമകൃഷ്ണൻ,
CM പോൾസൺ, ഗീതാഞ്ജലി ടീച്ചർ തുടങ്ങിയവർ അനുസ്മരണം നടത്തി. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ശശി വല്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. KP ഉദയൻ, KP എ റഷീദ്, ശിവൻ പാലിയത്ത്, സ്റ്റീഫൻ ജോസ്, CJ റെയ്മണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ്, പഞ്ചായത്ത് അംഗം KK രതീഷ്, KB തമ്പി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രക്തസാക്ഷിത്വ ദിനം മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി VM ഇബ്രാഹിം, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സജീവൻ ചാത്തനാത്ത്, MH നൌഷാദ്, അക്ബർ അലി, PN വിജയകുമാർ, സൈബുനീസ ഷർഫു, MP സിജോ, VY മുഹമ്മദ് അലി, CV ജോസ്, TS ശ്രീജിത്ത്, മുസ്തഫ മരത്തങ്കോട്, രാജേഷ് മനപ്പടി, KA അഷ്റഫ്, അശോകൻ വെള്ളത്തേരി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. VK മുഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, NM റഫീഖ്, ബിജു സി ജോബ്, ജനാർദ്ദനൻ അദിയാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTCയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KM അക്ബർ അലി, സലാം വലിയകത്ത്, MP സിജോ, ലീഡർ ഷൈജൻ, പൂൾ ലീഡർമാരായ CV ജോസ്, KB സുബീഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൂറ്റനാട് രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ P. ബാലൻ, P. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റംല വീരാൻകുട്ടി, T. ശശിരേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബാവ മാളിയക്കൽ, PM മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് എരുമപ്പെട്ടി തിപ്പല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിൽ വാർഡ് പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സെഫീന അസീസ്, യദുകൃഷ്ണൻ എന്നിവർ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കും ജീവനി സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 29 രാവിലെ 10:30 ചേലക്കര ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തുന്നു. സൈക്കോളജിയിൽ റെഗുലർ പഠനത്തിലൂടെയുള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 91 88 90 01 84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,660 രൂപ, പവന് 1,17,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം കുനുമുച്ചി തരകൻ തോമസ് രാജൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ നടക്കും. ലിസിയാണ് ഭാര്യ. രേഷ്മ, രാഹുൽ, നിഖിൽ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രോടേം സ്പീക്കർ G. സുധാകരൻ മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ഊഷ്മളമായ സൗഹൃദ കാഴ്ചകൾക്കും കൗതുകങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി. നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കുന്നംകുളം MLA AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDFന്റെയും ചാത്തന്നൂർ MLA BB ഗോപകുമാർ BJPയുടെയും സ്ഥാനാർത്ഥികൾ. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് 3 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്ന ആക്ഷേപം. ക്രൂരമായ പോലീസ് മർദ്ദനത്തിനെതിരെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതികൾ LDF സർക്കാർ മുക്കിയെന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ നീതി ലഭിക്കുമെന്നതാണ് പ്രതീക്ഷയെന്നും സുജിത്ത്.
കടങ്ങോട് പഞ്ചായത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ റോഡ് ഉപരോധിച്ചു. എംഎൽഎയും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് വീട്ടമ്മമാർ. വേലൂർ മണിമലർക്കാവ് പരിസരത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം നഗരസഭാ ജീവനക്കാരൻ മരിച്ചു. തയ്യൂർ പഴങ്കൻ ഫ്രാൻസിസിന്റെ മകൻ 40 വയസ്സുള്ള ജോസഫ് എന്ന റിൻഡോയാണ് മരിച്ചത്. ഭൗതിക ശരീരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. ചാവക്കാട് നഗരത്തിൽ ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.